والسلام عليك يا حبيب الله മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സോനമേ ഇഷ്കറിയാതെ ചൊല്ലിടും നീവർ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അജലായൊരു അഷ്റഫുൻ നബി പാടിടും നീവർ ആശയാൽ ആഗ്രഹങ്ങൾ ഏറെയുണ്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഫ മറ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം എന്ന് പറയാം. നമ്മളെ സംഘത്തിൽ അതിൻ്റെ ഒരു 95% ആളുകൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ അള്ളാഹു തആല സൗഭാഗ്യം തന്നു. അള്ളാഹു കബൂലാക്കട്ടെ. ഇതിൽ കാലുവേദനയുള്ളവരുണ്ട്, ഊരവേദനയുണ്ട്, ചെറിയ മക്കളടക്കം എടുത്ത് ഓരോന്നും ഇപ്പോഴും അവരെ മടിത്തട്ടിലാണ് ആ കുട്ടികളുള്ളത്. അവരെയുമായി എത്തിയ ഉമ്മമാരുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈ മലമുകളിൽ എത്തിയ കാരണത്താൽ ഊരവേദന, നെഞ്ചുവേദന, കാലുവേദന, മുട്ടുവേദന ഒരു വേദനയും അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. ഉള്ളവർക്ക് അള്ളാഹു ആജിലായ ശിഫ നൽകട്ടെ. അൽഹംദുലില്ലാഹ്. ജബലുന്നൂർ എന്ന് പറയുന്ന ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് 1400 വർഷങ്ങൾക്കപ്പുറം സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40ാമത്തെ വയസ്സ്. ചെറുപ്പത്തിലെ പരിചയമുണ്ട്, എങ്കിലും ഏകാന്തവാസത്തിന് വേണ്ടി ദിവസങ്ങൾ ചെലവഴിച്ചത് അവിടുത്തെ 40ാമത്തെ വയസ്സിലാണ്. തങ്ങളിവിടെ പരിസരത്ത് നമുക്ക് നോക്കാം, ഒരുപാട് മലകളുണ്ട്. മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് ലഭിച്ച തൂർ പർവ്വതമുണ്ട്. ഇതിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടിയാണ്. അങ്ങനൊക്കെ ഉണ്ടായിട്ടും അതൊന്നും തേടി പോകാതെ ഹബീബായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മല തെരഞ്ഞെടുത്തതിൻ്റെ പൊരുളെന്താണ്, അതിൻ്റെ സിറെന്താണ് നോക്കൂ. നമ്മൾ ഗാർ ഹിറയിലേക്ക് നമ്മൾ ഇറങ്ങി. നമ്മളിലെല്ലാ ആളുകളും ഇപ്പോൾ പ്രയാസമൊന്നുമില്ല. നേരത്തെ പാകിസ്ഥാനികളും മിസ്രികളും എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് റഷാകുന്ന സ്ഥലമാണ്. നമുക്കൊന്നും അടുക്കാൻ പറ്റൂല. അപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ്. നമ്മളിലെല്ലാ ആളുകളും എന്തായി അവിടെ ഇറങ്ങി, ഗാറിലിറങ്ങി അവിടെ ഒരു ശുക്റിൻ്റെ സുജൂദ് ചെയ്തു. അള്ളാഹു കബൂലാക്കട്ടെ. എവിടെ നമ്മൾ ഇരുന്നത്, എവിടെ നമ്മൾ നമ്മുടെ നെറ്റിത്തടം വെച്ചത്? ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട സ്ഥലം. മാത്രമല്ല വിശുദ്ധമായ ഖുർആൻ അവതീർണമായ ഒരു മലയാണിത്. ഏകദേശം ഭൂമിയിൽ നിന്ന് 1650 അടി ഉയരത്തിൽ നിൽക്കുന്ന, ഏകദേശം മക്കയിൽ നിന്ന് 4.5 കിലോമീറ്ററിലധികമുള്ള ഈ ജബലിൻ്റെ മുകളിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറുമ്പോൾ അന്ന് ഈ ഇതുപോലെ സ്റ്റെപ്പുണ്ടോ? നമ്മൾ നല്ല റോഡിലെ നല്ല സ്റ്റെപ്പ്. ഇതിൻ്റെ കുറച്ച് മുമ്പ്, ഏകദേശം 1 വർഷം മുമ്പ്, കുറച്ചപ്പുറത്ത് ഒരു പള്ളീൻ്റെ അടുത്ത് വന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പാകിസ്ഥാനികളൊക്കെ വെട്ടിയുണ്ടാക്കിയ സ്റ്റെപ്പ് മുഖേനയാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. അതിവിടെ അടച്ചു കിടക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു എൻട്രിഫേസ് ഒക്കെയാണ്, പുതിയൊരു എൻട്രിഫേസ്. അവിടെ മാളുണ്ട്, പള്ളിയുണ്ട്, ബാത്റൂം സൗകര്യങ്ങളുണ്ട്. ഇതൊന്നും മുമ്പില്ല. പുതിയ സൗകര്യത്തോടു കൂടെ മിഷൻ 2030 സൗദി അറേബ്യ മാറുക എന്ന് പറഞ്ഞ മാതിരി എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഹയാത്താക്കാൻ പോവുകയാണ്. സൗറിലും ജബലുന്നൂറിലും. ഇനിയിപ്പോൾ ഭാവിയിൽ റോപ്പ് വേ ഒക്കെ വന്നാലോ പറയാൻ പറ്റുമോ? ചിലപ്പോൾ സാധ്യത ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ വരികയാണ്, കൂടുതൽ സൗകര്യം. ഇപ്പം നമ്മൾ റോഡ് മാർഗ്ഗം നമ്മൾ എത്തില്ലേ? ഏകദേശം മലയുടെ താഴ്വാരത്ത് റോഡ് മാർഗ്ഗം എത്താൻ കഴിഞ്ഞു. പിന്നെ മുമ്പ് അങ്ങനെ സ്റ്റെപ്പായിരുന്നു. ഇതൊക്കെ ഒരു ഹിമ്മത്താണ്, ഇതൊരു കരുത്താണ്.
ഇതൊരു പ്രതിജ്ഞയാണ്, ഇതൊരു ഈമാനാണ്, ഇതൊരാവേശമാണ്. സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണിത്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ തോന്നില്ല. കാരണം എന്താ? കാബ കാണുകയാണ്. ഒറ്റക്ക് ഇരിക്കുന്നു, കാബ കാണുന്നു. പ്രവാചകന്മാരൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഏകാന്തത. ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്താണ്? ഒരു കോൺസെൻട്രേഷൻ കിട്ടും. ഇബാദത്തിനും ഒക്കെ ഒരു കോൺസെൻട്രേഷൻ കിട്ടും. അങ്ങനെ ഏകാന്തതയിൽ ഇരിക്കുമ്പോഴാണ് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് നബിയെ പിടിച്ചു കുലുക്കി. ഇഖ്റ, വായിക്കുക നബിയെ. മാനബി ഖാരിയും ഞാൻ ഓത്ത് പഠിച്ചിട്ടില്ല. വീണ്ടും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ പിടിച്ചു കുലുക്കുകയാണ്. ഇഖ്റ, വായിക്കുക. മാനബി ഖാരി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിട്ടില്ല? പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. പാഠശാല കാണാത്ത ഹബീബായ റസൂലുള്ളാഹി. ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ ലാ നക്തുബു വലാ നസ്ബ്. നമ്മൾ നിരക്ഷര സമൂഹമാണ്, എഴുത്തും വായനയും പഠിക്കാത്തവരാണ്. പക്ഷെ ആ പ്രവാചകനാണ് ലോകം കീഴടക്കിയത്, ലോകത്ത് വിപ്ലവമുണ്ടാക്കിയത്, മാറ്റത്തിന്റെ കാഹളം മുഴക്കിയത് സയ്യിദുനാ റസൂലുള്ളാഹി അല്ലേ? അവിടുത്തെ ആ ഒരു 23 കൊല്ലം വിശുദ്ധമായ ഖുർആനിന്റെ അവതരണ പാശ്ചാത്തല കാലഘട്ടം അത്ഭുതങ്ങളാണ്. എത്ര പെട്ടെന്നാണ് നമ്മളൊക്കെ ചിന്തിക്കും, നമുക്കൊക്കെ എന്ത് നേടിയെടുക്കാൻ കഴിയും? നമ്മൾ ഒരു ജബലുന്നൂറിന്റെ മുകളിൽ എത്തിയപ്പോൾ നമ്മൾ തളർന്നിരുന്നു പോയി അല്ലേ? ഈ ജബലുന്നൂറിന്റെ മുകളിൽ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ സഹധർമ്മണി സയ്യിദത്തുനാ ബീവി ഖദീജ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ഭക്ഷണവുമായി മലമുകളിലേക്ക് ദിവസവും കയറി ഇറങ്ങുന്നത്. അതാലോചിച്ച് നോക്ക്. ദിവസവും ഭക്ഷണവുമായി മഹദി അവറുകൾ കയറി ഇറങ്ങുക. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു തവണ, അൽഹംദുലില്ലാ, അഭിമാനം പറയല്ല, അഹങ്കാരം പറയല്ല, ഏകദേശം ഒരു 62 തവണ വന്നിട്ടുണ്ടെങ്കിൽ 61 തവണയും ഈ വിനീതന് ഇവിടെ കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. കാൽമുട്ടിന് ഓപ്പറേഷൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ തീരുമാനിച്ചത് എന്താണ്? ഈ മല കയറിയാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും. അതിൻ്റെ ശേഷം കസാരട്ട് നിസ്കരിക്കാനും പിന്നെ നിന്ന് നിസ്കരിക്കാൻ പറ്റില്ല, ഇരുന്ന് നിസ്കരിക്കാനൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ തൗഫീഖിനാലെ ഓരോ വരവിലും മല കയറും. ഒരു ബുദ്ധിമുട്ടും പിന്നെ ഉണ്ടായിട്ടില്ല. ഇതൊരു മരുന്നാൻ. അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ പാദസ്പർശമേറ്റ മണ്ണാണിത്. സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്ര ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ മഹദിയുടെ സാന്നിധ്യമുള്ള പ്രതലമാണിത്. അവരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. ആ ഒരു കരുത്താണ് നമ്മളെ കൂട്ടത്തിൽ 1-2 തവണ കയറി ഉമ്മാര് വരെ പഠിച്ചവനെ ഒന്നുകൂടി അവിടെ എത്തണം. പിന്നെ നമ്മൾ താഴത്ത് ഇരിക്കാൻ 3-4 ഉമ്മാരോട് പറഞ്ഞത് എന്താ? നമ്മൾ പറഞ്ഞിട്ട് ഇരുന്നതാണ്. അവര് പറഞ്ഞിട്ട് ഇരുന്ന, അല്ലെങ്കിൽ പോലും എത്തും അല്ലേ? ഹബീബായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകത്തെ ഒരു ഗ്രന്ഥത്തിനും പിന്നെ ആ സ്ഥാനത്തെത്താൻ കഴിയൂല അല്ലേ? ഇന്ന് ലോകം തന്നെ നിയന്ത്രിക്കണേ ഏതാ? പരിശുദ്ധ ഖുർആൻ. വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ കാലം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലോകത്തെ നിയന്ത്രിക്കുന്നത് ഖുർആനാണെന്ന് പറഞ്ഞത് ഗുരു നാനാക്കാണ്. കാരണം അതിൽ സർവജനീന, അതിൽ ശാസ്ത്രീയ സത്യങ്ങളുണ്ട്, അതിൽ ബിസിനസ് കാര്യങ്ങളുണ്ട്, രക്ഷാശിക്ഷാ നിയമങ്ങളുണ്ട്, സിവിൽ നിയമങ്ങളുണ്ട്, ക്രിമിനൽ നിയമങ്ങളുണ്ട്. എല്ലാം കൃത്യമായി പ്രതിപാദിച്ചൊരു ഗ്രന്ഥേത പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ അവതരണം ഈ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചുകൊണ്ടാണ് സയ്യിദുനാ ഹബീബ് റസൂലുള്ളാഹി. അവിടെ നിന്ന് പഠിക്കാൻ എവിടെയും പോയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഒത്തു പഠിച്ചിട്ടില്ല. പിന്നെ ആരാ ഇത് കയറ്റി കൊടുക്കുന്നത്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി കൊടുത്തു. ആ ഖുർആന്റെ വാക്യങ്ങളുമായി ഹബീബ് പനിച്ച് പറിച്ചു. കാരണം എന്താ? ജിബ്രീലിന്റെ പിടുത്തം. ഈ ഒരു അവസ്ഥ പെട്ടെന്നല്ലേ എങ്ങനെ കാണുന്നത്? അങ്ങനെ നബി തങ്ങൾ ഈ മല വിട്ടോടി ജബലുന്നൂറും വിട്ട് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് എത്തിയപ്പോ പനി പിടിച്ചു പോയിട്ടുണ്ട്. ആ വീട്ടിന്റെ പൂമുഖത്ത് കാത്തു നിൽക്കുന്നു പ്രിയപ്പെട്ട സഹധർമ്മണി ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ. അവര് കാത്തിരിക്കുകയാണ്. ഒരു ഭർത്താവ് പ്രയാസപ്പെട്ട് വരുമ്പോ ഭാര്യമാര് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ച ആളാണ് ആര്? ഖദീജ ബീവി. നിങ്ങൾ ഇത്തിരി നേരം എവിടെയും മനുഷ്യ, നിങ്ങൾ എന്തെടുക്കേനി എന്ന് പറഞ്ഞ് മൂർഖമ്പാമ്പിന്റെ വായിലും കണ്ടിച്ച് പണം വിടർത്തി നിൽക്കാതെ
സയ്യിദത്തുനാ ബീവി ഖദീജ ഉമ്മ അവർ പറഞ്ഞത്, അള്ളാന്റെ റസൂലേ, അങ്ങേക്ക് എന്താ പറ്റിയത്? അങ്ങെന്തിനാ വിഷമിക്കുന്നത്? ഹബീബായ തങ്ങളെ കൈപിടിച്ച് ആശ്ലേഷിച്ച് ഹബീബായ തങ്ങളെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുപോയി സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പറയാണ്, നബിയെ, അങ്ങേക്ക് എന്താണ് പ്രശ്നം? സമ്മിലിനി യാ ഖദീജ, സമ്മിലിനി യാ ഖദീജ, ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ. ഖദീജ ബീവി പുതപ്പിട്ട് മൂടി ഹബീബിനെ ആനയിച്ച് ആശ്ലേഷിച്ച് പ്രൈവറ്റ് മുറിയിൽ കൊണ്ടുപോയി ചോദിക്കുകയാണ്, ഹബീബേ, അങ്ങ് എന്തിനാ വിഷമിക്കുന്നത്? വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ, അല്ലാഹു അങ്ങേ ഒരു കാലത്തും കൈയൊയ്യൂല. കാരണം എന്താ? നിങ്ങൾ എന്തിനാ വിഷമിക്കണത്, കരയണത്? നിങ്ങൾ അല്ലാഹു എന്താവൂല, ഒരു കാലത്തും കയ്യൂല. അങ്ങ് സ്തുത്യാർഹമായ ഏറ്റവും വലിയ സ്ഥാനത്താണ്. അങ്ങേ അല്ലാഹു ഏറ്റവും വലിയ പദവിയിലല്ലേ? നാളെ അവിടെ ഹൗദുൽ കൗസറിന്റെ ചാവി ആരെ കയ്യിലാ? ആരെ കയ്യിലാ? ഹബീബായ തങ്ങളെ കയ്യിലാണ് അല്ലേ? സ്വർഗത്തിന്റെ താക്കോൽ ആരെ കയ്യിലാ? ഹബീബായ തങ്ങളെ കയ്യിലാൻ. അതുകൊണ്ട് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഇന്നക ലതസിലുർ റഹിം, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരല്ലയോ നബിയേ. വതക്മലുൽ കല്ലാ വതക്സിബുൽ മഅദൂം, അങ്ങ് അശണർക്ക് ആലംബമാണ്, അങ്ങ് പാവപ്പെട്ടവന് അത്താണിയാണ്, അങ്ങ് യതീമിന് അവലംബമാണ്, ആശ്രയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട ഭാര്യ സന്തോഷ വാക്കുകൾ പറഞ്ഞപ്പോൾ നബിക്ക് ആശ്വാസമായില്ലേ? ഈ സാന്ത്വനത്തിന്റെ വാക്കുകൾ അരുളിയത് ഈ ജബലുന്നൂറിൽ നിന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, അതിന്റെ മുകളിലാണ് നമ്മൾ എത്തിയതില്ലേ. എന്തൊരു സായുജ്യം, എന്തൊരു റാഹത്ത്, എന്തൊരു സന്തോഷം. ആർക്കെങ്കിലും എന്തൊരു ക്ഷീണം തോന്നിയോ? ഇല്ല. ഇനി താഴത്തിറങ്ങി റൂമിലെത്തി കുറച്ചങ്ങ് വിശ്രമിക്കുമ്പോൾ ഇങ്ങോട്ട് കയറി തന്നെ തോന്നൂല, അത്രയും നല്ല ഉന്മേഷം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് നമ്മളെ ഇച്ഛ വരി ദ്വാരക്ക, നമ്മളെ ഇച്ഛ ഉണ്ടല്ലോ, ഇച്ഛ കാസർഗോഡ് അല്ല കർണാടക പെണ്ണുങ്ങള് നടന്ന് 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 നമ്മളെ സുഹൃത്താണ് അൻവർ ഫൈസി. അപ്പോ നമ്മളെ ഭാര്യ നടന്ന് നടന്നെന്തായി? തളർന്നു പോയി. എന്നാലും ഒരു കരുത്തങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ഭാര്യനെ ഇവിടെ എത്തിക്കണം എന്നുള്ള ആ ദൃഢമായ പ്രതിജ്ഞ, നിശ്ചയദാർഢ്യം, അതുകൊണ്ട് ഇവിടെ എത്തിച്ചില്ല. നിങ്ങൾ ആലോചിച്ചു. ആ താത്ത അവിടെ ഉണ്ടോ? അതാ അവിടെ ബാക്കിലതാ കേറിയിട്ട് ഇങ്ങോട്ട് ആകണില്ല, വലിയണില്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമറാഹിമായ രാജസയ്യിദായ മലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ കരുണക്കടലായ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാൻ. ഞങ്ങളോട് ഓതിയ മൗലിദ് നീ കബൂലാക്കണമേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ ഈ വരവ് നീ സ്വീകരിക്കണേ റഹ്മാൻ. ഞങ്ങളെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ റഹ്മാൻ. ഇവിടെ എത്തിയ ആളുകൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാൻ. ഞങ്ങളിൽ പലരും ഊരവേദന, നെഞ്ചുവേദന, തലവേദന, അങ്ങനെയുള്ള വേദനകൾ ഉള്ളവരുണ്ട്. നീ ശിഫയാക്കണേ റഹ്മാൻ. ഈ ജബലിന്റെ മുകളിലെത്തിയ കാരണത്താൽ സയ്യിദുനാ റസൂലുള്ളാഹി അവിടുത്തെ ജാഹ് ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് ഇനി ഒരു വേദനയും നൽകല്ലേ റബ്ബേ. ഹാർട്ട് രോഗികളുണ്ട്, നീ ശിഫ നൽകണേ റഹ്മാന്. കിഡ്നി കംപ്ലൈന്റ് ആയ ആൾ, കിഡ്നി മാറ്റിവെച്ച ഒരു സഹോദരി നമ്മുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. റബ്ബേ, നീ ശിഫ നൽകണേ റഹ്മാനെ. ആജിലായ ശിഫ നൽകണേ റഹ്മാനെ. നല്ല ആഫിയത്ത് നൽകണേ റഹ്മാനെ. നേരത്തെ പരാമർശിച്ച മുഹമ്മദ് അലി ദാരിമി ഉസ്താദ്, അവർക്ക് നല്ല ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ആരോഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കാൻ ഈ യാത്ര സബബാക്കണേ റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങൾ മാറാൻ ഈ ജബലുന്നൂറിലേക്കുള്ള യാത്ര സബബാക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ പലരുമുണ്ട് റബ്ബേ, ഞങ്ങളെ കുടുംബങ്ങളിലെ, ഞങ്ങളെ അയൽപ്പക്കത്ത്, ഞങ്ങൾ ഉസ്താദുമാരടക്കം പലരും ഇന്ന് 6 അടി മണ്ണിലാണ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഹബീബിനോടുള്ള മഹബത്ത് ഞങ്ങളെ ഹൃദയത്തിൽ നിലനിർത്തി തരണേ റഹ്മാനെ. അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയാകുന്ന സയ്യിദത്തുനാ ബീവി ഖദീജ, ആ
ഉമ്മയുടെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം തരണേ റഹ്മാനെ, സ്വർഗം തരണേ അല്ലാ, ഹിസാബില്ലാതെ നൽകണേ അല്ലാ. ആദരവായ ഹബീബിന്റെ കൂടെ അവിടുത്തെ അസ്ഹാബ് അസ്വാജ് ഔലാദിന്റെ കൂടെ നൽകണേ റഹ്മാനെ. അബേ ഞങ്ങളിൽ കടക്കാരുണ്ട്, കടം വീട്ടി തരണേ റഹ്മാനെ. വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഞങ്ങൾക്കാർക്കും തരല്ലേ റബ്ബേ, കിഡ്നി കംപ്ലൈന്റ് തരല്ലേ റബ്ബേ, ഹാർട്ട് ബ്ലോക്ക് സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾ നൽകല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ ഖൽബ് സ്ഫുടം ചെയ്യണേ റഹ്മാനെ. നിന്റെ ആരിഫീങ്ങളെ ഹൃദയം സ്ഫുടം ചെയ്തതുപോലെ ഞങ്ങളെ ഹൃദയം സ്ഫുടം ചെയ്യണേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ റഹ്മാനെ, ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ റഹ്മാനെ. ഇന്നും ഞങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ പോലും പലസ്തീനിന്റെ മണ്ണിലേക്ക് ഇസ്രായേൽ സാനിസ്റ്റ് ഭീകരാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാ, പാവപ്പെട്ട കുഞ്ഞുമക്കൾ മരിച്ചുകൊണ്ടിരിക്കുകയാ. അള്ളാഹുവേ ആ സാനിസ്റ്റ് ഭീകരരെ നീ തകർക്കണേ റഹ്മാനെ. ഇസ്രായേൽ എന്ന് പറയുന്ന ആ തമ്മാടി രാഷ്ട്രത്തെ നീ തച്ചു തകർക്കണേ അല്ലാ. പലസ്തീനിന്റെ മക്കൾക്ക് രക്ഷ നൽകണേ റഹ്മാനെ. മുസ്ലിം ലോകത്തിന്റെ ഒന്നാമത്തെ ഖിബ്ലയാകുന്ന പരിശുദ്ധമായ പരിശുദ്ധമായ കഅബയെ ഞങ്ങൾക്ക് കാണാൻ ഭാഗ്യം ലഭിച്ചോ. മുസ്ലിം ലോകത്തിന്റെ ഒന്നാമത്തെ ഹറമായ മക്കയും മദീനയും രണ്ടാമത്തെ ഹറമായ മദീനയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് റബ്ബേ. പലസ്തീനിന്റെ മണ്ണിൽ ഞങ്ങളെ മൂന്നാമത്തെ ഹറമ് നിൽക്കുന്നുണ്ട് റബ്ബേ. ഖുദ്സ് പള്ളി ഇസ്രായേൽ സാനിസ്റ്റ് ഭീകരരിൽ നിന്ന് മോചിപ്പിക്കണേ റഹ്മാനെ, രക്ഷിക്കണേ അല്ലാ. മുസ്ലിം ലോകത്തിന്റെ മൂന്നാമത്തെ ഹറമ് കാണാനും പ്രവാചകന്മാര് അന്തി ഉറങ്ങുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തെത്താനും സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ, ഭാഗ്യം നൽകണേ റഹ്മാനെ. റബ്ബേ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഞങ്ങളെ പൊന്നാര മാതാപിതാക്കളുണ്ട്, ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ട്, ഞങ്ങളെ പൊന്നാര മക്കളുണ്ട്. അല്ലാഹുവേ അവരെ മുറാദുകളെ ഹാസിലാക്കണേ റഹ്മാനെ, ഹാസിലാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങൾ നിർവഹിച്ച ഉംറകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധമായ കഅബാലയം വീണ്ടും വീണ്ടും കാണാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. പരിശുദ്ധമായ മത്വാഫിലൂടെ ഞങ്ങളെ നടത്തണേ അല്ലാ, മസ്അയിലൂടെ നടത്തണേ അല്ലാ. ഒരുപാട് തവണ ജീവിതത്തിൽ കറാത്ത് മറാത്ത് ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ മദീനയിലേക്ക് പോവുകയാ. പരിശുദ്ധരായ ഞങ്ങളെ ഹബീബിന്റെ ഹദറത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണേ റഹ്മാനെ. അവിടുത്തെ ചാരത്ത് ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖിയയും സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുന്ന സയ്യിദുനാ ദുന്നൂറൈനി ഉസ്മാൻ, സയ്യിദത്തുനാ ബീവി ആയിഷ, സയ്യിദത്തുനാ ബീവി ഫാത്തിമത്തു സഹറബത്തുൽ ബത്തൂൽ, അവരെയൊക്കെ സന്ദർശിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടി ആലിമീങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. പാവപ്പെട്ട പാവപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ ഉംറക്ക് കൊണ്ടുവരുന്ന ഹജ്ജിന് കൊണ്ടുവരുന്ന അമീറമാര് ഈ കൂട്ടത്തിലുണ്ട് റബ്ബേ. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഈ വിശുദ്ധ മണ്ണിലേക്ക് കറാത്ത് മറാത്ത് ഞങ്ങൾ എത്തിക്കണേ അല്ലാ. ഞങ്ങളെ ദുആ